സംഗതി. അപ്പൊ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ അവർ നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ഇതൊന്നും കേരളത്തിന്റെ സാമൂഹിക ചരിത്ര രചനകളിൽ ഇടം പിടിക്കാതെ പോയത് ആ വിഭാഗങ്ങൾ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണഘടനാ സഭയിൽ, നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന 15 വനിതകളിൽ 3 പേർ കേരളത്തിൽ നിന്നായിരുന്നു. ആനുകൂല്യങ്ങൾ നൽകണമെന്ന വിനയത്തോടെ വിനയാനിതനായി ഞാൻ നമ്മുടെ പ്രിയങ്കരനായ MLA-യോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഞങ്ങൾ തൊഴില് ഈറ്റത്തൊഴിലാണ്. ഇന്നും ഞങ്ങളുടെ ആളുകളിൽ നിന്ന് ഈറ്റത്തൊഴിലിന് വേണ്ടി, ഈറ്റയ്ക്ക് വേണ്ടി അലയുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഞാൻ പറയാനായതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അമ്മ ഈറ്റപ്പണിക്കാരിയായിരുന്നു. എൻ്റെ വീട്ടില് 5 പെൺകുട്ടികളും ഒരാണാണ്. അന്ന് ഞാൻ താമസം 2 സെന്റ് സ്ഥലത്തിലാണ്. പക്ഷെ എൻ്റെ അമ്മ ഈറ്റയ്ക്ക് പോകും, പെരുമ്പാവൂർ ഈറ്റയ്ക്ക് വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഈറ്റയും വാങ്ങിച്ച ബസ്സിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നത് നെയ്യും. ആ കൊട്ടയും വട്ടിയും മുറമൊക്കെ നെയ്ത് അതുകൊണ്ട് അമ്മ വിൽക്കാനായി ഓരോ വീടുകളിലേക്ക് എത്തും. അവിടെ നിന്ന് പൈസ കിട്ടും, അരി കിട്ടും, കപ്പ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. ആ ഒരു സാഹചര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോ നമുക്ക് വിദ്യാഭ്യാസമായാലും അംബേദ്കറായാലും അയ്യങ്കാളിയായാലും കാവാലിക്കുളം കണ്ണൻകുമാരൻ അക്ഷരങ്ങൾ കൂട്ടിപ്പഠിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ അച്ഛനെയും കൂട്ടി കിട്ടുപിള്ള ആശാന്റെ പക്കലേക്ക് എത്തിയ ഒരു കഥ നമ്മുടെ മുന്നിലുണ്ട്. ആ കിട്ടുപിള്ള ആശാൻ പറഞ്ഞത് എന്താ? എല്ലാ കുട്ടികളും പോവുക, പോയി കഴിഞ്ഞിട്ട് കാവാലിക്കുളം കണ്ണൻകുമാരൻ വന്നോളൂ, ഞാൻ അക്ഷരങ്ങൾ പഠിപ്പിക്കാം. അദ്ദേഹം പഠിച്ചു, സംസ്കൃതങ്ങൾ പഠിച്ചു. അങ്ങനെ അദ്ദേഹം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. നമുക്കിന്ന് ഇവിടെ ഇരിക്കാനും നല്ലൊരു വിദ്യാഭ്യാസം നേടാനും നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കാനും എല്ലാം ഉതകുന്ന തലത്തിൽ കാവാലിക്കുളം കണ്ണൻകുമാരൻ ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ അയ്യങ്കാളിയും നമ്മുടെ എല്ലാം ഗുരുനാഥനായ കുഞ്ഞോലി മാഷുടെ ഇപ്പുണ്ട്. ഞാൻ ആദ്യമായി സംസാരിക്കാൻ എന്റെ വളരെ ചെറിയ പ്രായത്തില് എന്റെ നാട്ടിൽ, എന്റെ പിണർമുണ്ടയില് ഞാൻ കടന്നു വരുന്നത് കുഞ്ഞോലി മാഷുടെ വേദിയില്ല. അവിടുത്തെ എന്റെ അച്ഛൻ ഉൾക്കൊള്ളുന്നയാള് കല്ലുവെട്ടുകാരായിരുന്നു. അപ്പൊ ആ കല്ലുവെട്ടുന്ന മടയിൽ വെച്ച് എല്ലാവരും തീരുമാനിച്ച് ഈ തവണ ശിവനെ നമുക്ക് കുഞ്ഞോലി മാഷുടെ വേദിയിൽ ഒന്ന് കേൾക്കണം. അങ്ങനെ എനിക്കൊരു അവസരമുണ്ടായി. ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനും സംസാരിക്കുവാനും അവസരമുണ്ടായത് അദ്ദേഹത്തിന്റെ കൃപകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭാവിയിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്, നമ്മുടെ മക്കളെ വളർത്തേണ്ടതുണ്ട്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്, എല്ലാം നമുക്ക് ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. നമുക്ക് വളഞ്ഞു നിന്നാൽ, അക്ഷരാഭ്യാസം കിട്ടിയാൽ നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയും. നല്ല വിദ്യാഭ്യാസം വേണം നമുക്ക് ആവശ്യം. ആ വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മുടെ ആളുകൾക്ക് തൊഴിൽ വേണം. നമ്മുടെ കുട്ടികളിൽ നിന്ന് പഠിച്ച് വെറുതെ ഇരിക്കുന്ന ആളുകളുടെ ജോലി കിട്ടാതെ, പക്ഷെ അവർക്കെല്ലാം ജോലി അവർക്ക് വേണം. അവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. ഇതിൽ പങ്കെടുത്ത മുഴുവൻ കാവാലിക്കുളം കണ്ണൻകുമാരൻ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സദസ്സിലെത്തിയ നിങ്ങൾക്ക് മുന്നിൽ, ഈ സദസ്സിന് വേദിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ വിനയത്തോടെ വിനയാനിതനായി നിങ്ങൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നല്ലത് പറയുവാനും നല്ല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നിങ്ങൾക്ക് ഉതകട്ടെ, നിങ്ങൾ കടന്നു വരണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സാംസ്കാരിക സമിതിയുടെ ജയന്തി ആഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ തിരുവാറൂരിന്റെ പ്രിയങ്കരനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് മേജോസ് കുന്നപ്പള്ളി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ നടക്കുന്ന വീഡിയോ ചാനൽ കറക്റ്റ് ചെയ്യാൻ കണ്ണൻകുമാരൻ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറെ ബഹുമാനായ ശ്രീ AK സുബ്രഹ്മണ്യൻ അവർ, രക്ഷാധികാരി ബഹുമാനായ ശ്രീ KK ശിവൻ,
ജനറൽ സെക്രട്ടറി ശ്രീ കെ കുമാരൻ, നമ്മുടെ പെരുമ്പാവൂരിലെ അഭിമാനം പത്മശ്രീ ആചാര്യ MK കുഞ്ഞോൻ മാസ്റ്റർ, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാന സുഹൃത്ത് ശ്രീ P. അനിൽകുമാർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി ബിന്ദു തങ്കപ്പൻ, ശ്രീ PK ബിജുകുമാർ, ശ്രീ KK ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ 162ാം ജയന്തി ആഘോഷമാണ് ഇവിടെ നടക്കുക. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്ന കാലഘട്ടത്തിൽ അതിന് മുൻപ് മുതൽ പിൻപോക്കെ ഈ സമൂഹത്തിൽ എന്തുമാത്രം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി ഇന്ന് കാണുന്ന ഈ പട്ടികജാതി വിഭാഗത്തെ മുൻനിരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷാധികാരി ശ്രീ KK ശിവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ വൈകാരികമായി ഇന്നലകളിലെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് നമ്മൾ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൻ്റെ 25ാം വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുക. ഇത് 2025 എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ട്. അതിന് 25 വർഷങ്ങൾ പിന്നിട്ടു. ഒരു ജൂബിലി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ നമ്മുടെ കാർന്നവന്മാർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. അതിൻ്റെ ഒരു നല്ല ശതമാനം കഷ്ടപ്പാട് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്ന് ഈ കാണുന്ന രംഗത്തെത്തിയത് ഇന്നലെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളത് അറിയും. ഞാനിപ്പോൾ വരുന്നത് എൻ്റെ പള്ളിയിലെ പെരുന്നാൾ സ്ഥലത്ത് നിന്നാണ് വരിക. കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, കാരണം ഇവിടെ അല്ലെങ്കിൽ എത്തിച്ചേരാൻ കഴിയില്ല. സാധാരണ പെരുന്നാൾ ദിവസം ഞാൻ മുഴുവൻ സമയം ഇവിടെ നിൽക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലകളിൽ നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടുള്ള കുറേയധികം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് കേൾക്കുന്നതും എനിക്ക് സന്തോഷമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. നല്ല വീടില്ല, സ്ഥലമില്ല, സാമൂഹിക ചുറ്റുപാടില്ല, മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ തുക കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെയുള്ള എല്ലാ ഭരണസമിതിയിലെ അധ്യക്ഷന്മാരെ വിളിച്ചു. അന്ന് ചെലവഴിക്കപ്പെടാൻ പറ്റാതെ പോകുന്ന പണം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ പണം ചെലവഴിക്കപ്പെടില്ല. അവർക്ക് ആകെ കൊടുക്കുന്ന ടോയ്ലറ്റ് കൊടുക്കും, ഒരു 50,000 രൂപ പേര മെയിൻ്റനൻസിനെ കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സൈക്കിൾ കൊടുക്കും. ഇതുകൊണ്ടൊന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പണം പൂർണ്ണമായിട്ട് കൊടുക്കണം. ഉദാഹരണം പറയാം, ഞാൻ ഇവിടെ സോമരാജൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ആ മേഖലയിൽ അന്ന് വിദേശ രാജ്യങ്ങൾ വിട്ട് പഠിച്ചിട്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ പോയത് ഓസ്ട്രേലിയയിലാണ്, സിഡ്നി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഫീസ് മാത്രം 25 ലക്ഷം രൂപ വരും. പുസ്തകങ്ങൾ വേറെ വരും, ഫ്ലൈറ്റ് ടിക്കറ്റ് വരും, വിസ ചാർജ് വരും, അവിടെ താമസിച്ച് പഠിക്കണമെങ്കിലുള്ള ചെലവ് വരും. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലുള്ള തുകയുടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശം 25 ലക്ഷം രൂപയാണ് ചിലവ്. ഒരു 5 ലക്ഷം കൊടുത്തോട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി 20 ലക്ഷം ബാധ്യതയാവും. ബാങ്കുകളിൽ ലോൺ കൊടുക്കില്ല, പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയും പലരും പറഞ്ഞു, നമുക്ക് 25 ലക്ഷം ഉണ്ടെങ്കിൽ 5 പേർക്ക് 5 ലക്ഷം വെച്ച് കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരു കുട്ടിക്ക് ആവശ്യമുള്ള പണം മുഴുവൻ കൊടുത്താലേ അവൻ രക്ഷപ്പെടും. എനിക്ക് സന്തോഷമുണ്ട്. ആ കുട്ടി പോയി പഠിച്ചു, അതിന് ജോലി കിട്ടി, അതിൻ്റെ കല്യാണം കഴിഞ്ഞു, അതിൻ്റെ സഹോദരിയെ കൊണ്ടുപോയി, അതിൻ്റെ അമ്മ പോയി. അങ്ങനെ പല ആളുകൾ ബന്ധുമിത്രാദികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയി രക്ഷപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമാണ്.
അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മക്കളിലാണ്. നമ്മുടെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവർ രക്ഷപ്പെട്ടാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സമുദായം പൂർണ്ണമായിട്ട് രക്ഷപ്പെടണം. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയും ഈറ്റ നെയ്ത് ജീവിക്കേണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു. മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇനി ഉയർന്നു വന്ന് നമ്മുടെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസ നിലവാരമുള്ളവരായി മുന്നോട്ട് പോകണം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോർഗൻ സ്റ്റാൻഡിൽ 10 ഇടാൻ പോയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻഡിൽ 4 പഠിക്കാൻ പോകും, 5 പഠിക്കുകയാണ്. എൻ്റെ കുട്ടി ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്, അവന് പോകാൻ പറ്റില്ല. 10-300 പത്രം കൊണ്ടുവരും, സൈക്കിൾ എടുക്കും, ഓരോ വീടിനും കൊണ്ടുവന്ന് ഇട്ട് അതിന് പൈസ 10-300 രൂപ മാസം എനിക്ക് ലഭ്യമാകുമായിരുന്നു. 2 ട്യൂഷൻ സെൻ്ററുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 2 ട്യൂഷൻ സെൻ്റർ പറമ്പശ്ശേരിയിലും മാറാടിയിലും 2 സെൻ്ററുകളുണ്ടായിരുന്നു. 10-30 കുട്ടികൾ പഠിക്കുകയായിരുന്നു. ഈ കണക്ക് ഞാൻ പഠിപ്പിക്കും, ഇംഗ്ലീഷ് വേറെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ജോലികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവരെ ആ രീതിയിലേക്ക് മാറ്റാനും നമുക്ക് കഴിയില്ല. ഇനി വേറൊരു സ്റ്റൈലിലേക്ക്, ജീവിതത്തിൻ്റെ നല്ല മേഖലകളിലേക്ക് അവരെ കൈപിടിച്ച് നിർത്തുക. അത് എൻ്റെ മക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും അങ്ങനെയാണ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് സമുദായത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും സമുദായത്തിൻ്റെ സംരക്ഷണം പൊതുവെ കാഴ്ചപ്പാടുള്ള ഇതുപോലെ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ മക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണോ എന്നെക്കൂടെ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നതാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വാർത്ത അവസാനിപ്പിക്കുന്നു. ഒരു 2-3 ആഴ്ചയായിട്ട് പനിയായിരുന്നു. പനി മാറിയെങ്കിലും ക്ഷീണം മാറുന്നില്ല. കട്ടിലിൽ നിന്ന് എണിക്കാൻ പോലും തോന്നാറില്ല. അങ്ങനെ കിടപ്പല്ല. എന്ത് പറ്റുന്നു? ഈ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. എന്തായാലും ഇവിടെ എത്താൻ കഴിഞ്ഞ എനിക്കധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ പരിപാടിയിലും ഞാൻ വരുന്ന ഒരാളാണ്. തീർച്ചയായും ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കളുമാണ്. നമ്മുടെ മാഷിൻ്റെ സാന്നിധ്യം നമുക്ക് കുഞ്ഞോൻ മാഷ് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. നമുക്കെപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചകളെ ഏറ്റവും പദ്ധതിയിൽ മാഷിനെ വിളിച്ച് ആദരിക്കുകയുണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ മനുഷ്യനായി പിറക്കുവാനും ജീവിക്കാനും കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഞാൻ കുഞ്ഞോൻ മാഷിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങേ കൂടി അഭിനന്ദിക്കുന്നു, എല്ലാ ആദരവ് അർപ്പിക്കുന്നു. ഈ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ശ്രീ എന്നെ സനീഷ് കുമാർ, നക്കളിക്കാട്ടുകുടി, അല്ലപ്ര പീവോ, അല്ലപ്ര. അദ്ദേഹം കർണാടക സംഗീതം, മറ്റ് ശാസ്ത്രീയ സംഗീതം ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അടുത്തത് ശ്രീമതി KC കാർത്തിക, കാരിക്കോടൻ ഹൗസ്, വേങ്ങൂർ PO, വക്കുവഴി. അവര് നമ്മുടെ ഈ കാലഘട്ടത്തിൽ 2 സീരിയലുകളിലും 2 സിനിമയിലും ഇപ്പോൾ ഈ കഴിഞ്ഞ 19-ാം തീയതി ഒരു സീരിയലിൻ്റെ പൂജാകർമ്മം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരെ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. മറ്റൊന്ന് കുമാരി ആതിര രാജു, തവളപ്പട്ടപ്പറമ്പിൽ, പെരുമ്പാവൂർ PO, പെരുമ്പാവൂർ. നമ്മുടെ സാംസ്കാരിക സമിതിയുടെ താലൂക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ PA രാജുവിൻ്റെ മകളാണ്. അവർ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഈ രംഗത്തെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. നേതാക്കളായി എത്തിയിട്ടുള്ള വ്യക്തികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം ഇന്നലെ സൂചിപ്പിച്ചത് പോലെ തന്നെ പ്രഭാഷണം കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ താത്തി
ആ